ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇറ്റ്സ് മീ ആൻഡ്രൻ. ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു സന്തോഷക്കാര്യം പറയാനുണ്ട്, പിന്നെ വിഷമകാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വിഷമമുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. എൻ്റെ നേരത്തെ വീഡിയോ ഇറങ്ങി, എൻ്റെ കുട്ടി വ്ളോഗ്, അതിന് എനിക്ക് വെറും 21 മണിക്കൂർ കൊണ്ട് വെറും 4 വ്യൂസ്. 21 കേട്ടോ, 21 മണിക്കൂർ കൊണ്ട് എനിക്ക് വെറും 4 വ്യൂസ്, ഒരു 4 വ്യൂസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതൊരു വിഷമമുള്ളത്. രണ്ടാമത്തെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ 62 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് നോക്കിയപ്പോൾ എൻ്റെ ചാനലിന് വെറും 60 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഏതോ 2 ചേട്ടന്മാരോ ചേച്ചിമാരോ ആരോ വന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നു. കഷ്ടം, നിങ്ങളൊക്കെയാണ് എനിക്കൊരു സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങളിങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ ഞാൻ ഈ ചാനൽ നിർത്തി പോകണം. മിക്കവാറും ഞാൻ ഇങ്ങനെയാണ് നിർത്തി പോകുന്നത് ഗൈസ്. പിന്നെ സന്തോഷമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോക്കകത്ത് എൻ്റെ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ പേരൊക്കെ പറഞ്ഞു തന്നു. അന്നേരം നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് എനിക്ക് 954 സബ്സ്ക്രൈബേഴ്സായി. അതായത് മലയാളത്തിൽ എനിക്ക് പറയാൻ പാടാം, എനിക്ക് അറിഞ്ഞൂടാ. മലയാളം പറയുന്നത് ഇംഗ്ലീഷ്. അപ്പം 954 ഫോളോവേഴ്സായി. ഞാൻ ഏകദേശം 4-5 പോസ്റ്റോ ഇട്ടിട്ടുള്ളൂ. അതിനും നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ഈ കിട്ടുന്ന ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് എനിക്ക് വലിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും ഇതേ കണക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിനെ പോലെ തന്നെ നിങ്ങൾ എനിക്ക് യൂട്യൂബിലും തരണം എന്നാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡെയിലി വീഡിയോസ് ഇടണം. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി വീഡിയോസ് ഇടണമെന്ന് തീരുമാനിച്ചിട്ട് ഇന്നലെയും വീഡിയോ ഇട്ടു, ഇന്നും വീഡിയോ ഇട്ടു. ഇന്നലെ പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബ്രദർ ആൻഡ് സിസ്റ്ററിൻ്റെ പാർട്ട് 2 വരുന്നു. അപ്പോൾ പാർട്ട് 2 എന്തായാലും ഉടനെ എത്തൂല, 1 മാസം പിടിക്കും. കാരണം വെച്ചാൽ സമയമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ അവധി കിട്ടണം. അവധി ഇല്ലെന്നൊന്നും വീഡിയോ എടുക്കാതില്ല. ശനിയും ഞായറാണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകണം, ക്ലാസ് ഉണ്ട്, ട്യൂഷനുണ്ട്, അങ്ങനെ പല വഴിക്ക് ശനിയും ഞായറും അങ്ങനെ പോകും. അല്ലാണ്ടുള്ള ദിവസം കിട്ടിയാലും സമയം ഇച്ചിരി പാടാണ്. വീഡിയോ എടുക്കാനുള്ള ആളും വരണം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ബ്രദർ ആൻഡ് സിസ്റ്ററിൻ്റെ പാർട്ട് എടുക്കാൻ ഒക്കില്ല, സെക്കൻഡ് പാർട്ട് എടുക്കാൻ ഒക്കില്ല. അതിൻ്റെ ഓരോ ആൾക്കാരെത്തണം. ഞാൻ പാർട്ട് 2 മാത്രം ഒതുക്കാൻ അങ്ങോട്ട് വിചാരിക്കുന്നില്ല. 3-4 ഇറക്കാൻ പ്ലാനുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം 2 ഒന്ന് ഇറക്കി നോക്കും, വ്യൂസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെ, അതായത് നല്ല എനിക്ക് റീച്ചൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മൾ 3rd പാർട്ട് വരും. പിന്നെ കണ്ടൻറ്റ് ഇല്ല. ഞാൻ ഈ കുറേ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട്. യൂട്യൂബേഴ്സ് പറയും ഇവിടെ കണ്ടൻറ്റിൻ്റെ ക്ഷാമമാണ്. അന്നേരത്ത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും കണ്ടൻറ്റിന് ക്ഷാമമെന്ന് പറയുന്ന കാര്യം എനിക്ക് ഇപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്. ഞാനൊക്കെ ചാനൽ തുടങ്ങുന്നതിനെക്കാട്ടും എനിക്ക് ചാനൽ തുടങ്ങി തന്ന ഒരാളുണ്ട്. ഞാൻ ചാനൽ തുടങ്ങി കുറച്ച് ആൾക്കുള്ളിൽ വലിയ സബ്സ്ക്രൈബേഴ്സ് ആവാം, വലിയ തേങ്ങ മാങ്ങ അങ്ങനത്തെ എന്തൊക്കെ ഞാൻ വിളിച്ചങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ തുടങ്ങി ഇത്ര മാസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു 2-3 മാസം മതി, ഞാൻ ഒരു 100 കയറുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ 2-3 മാസം. പക്ഷേ ഇത്രയും നാളായിട്ട് ഞാനൊരു 60 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നിൽക്കുക. ഞാൻ മെയ് തുടങ്ങിയതാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 5 മാസമായിട്ടും എനിക്ക് 60 മണ്ടയ്ക്കോട്ട് പോകുന്നില്ല. എന്നിട്ട് ഇന്നലെ ഞാൻ പിന്നെ അയാൾ വിളിച്ചിട്ട് എവിടെ അറിയും 2-3 മാസം കൊണ്ട് 100 ആക്കും 200 ആക്കും എന്നൊക്കെ പറഞ്ഞ് 5 മാസമായിട്ടും ഒരു 60 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുകയാണല്ലോ. നിങ്ങളെ സപ്പോർട്ട് തരുന്നില്ല ഗൈസ്. അതൊക്കെ തന്നെയാണ് ഒരു മെയിൻ റീസൺ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ്. നിങ്ങൾക്ക് ഇതിലൂടെ നഷ്ടപ്പെടാതിരിക്കുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന വീഡിയോക്കകത്ത് നല്ല കമൻറ്റ് ഇടുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക. നിങ്ങൾക്കിതിൽ നിന്നും ഒരു നഷ്ടവും കിട്ടാൻ പോകുന്നില്ല. കുറച്ച് നെറ്റും പോവും, കുറച്ച് ചാർജും പോവും, മൊബൈലിൻ്റെ ചാർജും പോവും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു തെറ്റും വരാൻ പോകല. ഒരു നഷ്ടവും ഞങ്ങൾക്ക് വരാൻ പോകുന്നില്ല.
അപ്പം അതുകൊണ്ട് എല്ലാവരും മാക്സിമം വീഡിയോ ഒക്കെ ഷെയറും ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ കണ്ടവർ പറയുന്നതാണ് ഈ ലാസ്റ്റ് പറയുന്ന ഡയലോഗ് പ്രവീൺ പ്രണവിൻ്റെ കോപ്പി അടിച്ചത് ശരിക്കും സത്യമാണ്. അപ്പോൾ ഇന്നത്തോടത്തും എനിക്കൊരു ബോറായിട്ട് തോന്നുന്നുണ്ട് ഈ വീഡിയോയിലാണെങ്കിൽ ഞാൻ അതങ്ങ് മാറ്റുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളതെന്ന് പറഞ്ഞാണ് ഞാൻ നിർത്താൻ വീഡിയോ നിന്നിട്ടില്ല. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫിഷിൻ്റെ വീഡിയോ എത്തും. ഫിഷിൻ്റെ വീഡിയോ ഒരു വൺ വീക്ക് 2 വീക്കിനുള്ളിൽ ഫിഷിൻ്റെ വീഡിയോസ് എത്തും. കാശ് ഇനിയും നമുക്ക് ഫിഷിൻ്റെ കാര്യം കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ഫിഷും ഇനി വരാനുമുണ്ട്. നമ്മൾ കുറച്ച് ഓർഡർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരത്തൊരു ഒരു കടയുണ്ട്, അവിടെ ഡിസ്കൗണ്ടും ഉണ്ട്, നല്ല സൈസുള്ള മീനെ കിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്ന ഓസ്കാറിന് വാങ്ങാനാണ് കേട്ടോ. ഓസ്കാറിന് വില കുറച്ച് കൊല്ലത്തിനുള്ളിൽ കൊല്ലത്ത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും. റേറ്റും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ആ വീഡിയോ താഴത്തെ കമൻറ്റ് ബോക്സും ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് എന്താണെന്ന്. അത് എനിക്ക് ഓണാക്കാനുള്ള ഓപ്ഷൻ ഒക്കുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചാനൽ തുടങ്ങിയല്ലേ ഉള്ളൂ, നമ്മളിതൊക്കെ ഒന്ന് പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ, നിങ്ങൾക്ക് ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന ചാനൽ അറിയുമോ? ഞാൻ അവരുടെ വലിയൊരു ഫാനാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവരുടെ വീഡിയോ പറയുന്നുണ്ട് അവരൊരു ബസ് എടുക്കാൻ പോകുന്നു. അറിയാലോ, അവരുടെ ആ TT നെപ്പോളിയൻ തന്നെ ഫുൾ പണിയും ചെയ്ത് ഇറങ്ങിയപ്പോൾ ആ ഒരു ചെറിയ ട്രാവലറിൽ അവർ അത്രയും കാണിച്ചു. അന്നേരം അവർ 49 സീറ്റ് എടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് അറിയാലോ, ആ TT നെപ്പോളിയൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ പണ്ടത്തെ നെപ്പോളിയൻ ആക്കാൻ പോകാന്ന് പറയുന്നത്, പണ്ടത്തെ നെപ്പോളിയൻ ആക്കാൻ പോകുന്ന വെച്ചാൽ വരെ. അപ്പോൾ ഉടനെ ഈ ബുൾജെറ്റിൻ്റെ ഒരു പണ്ടത്തെ ഒരു കംബാക്ക് ഉടനെ എത്തും. പിന്നെ ആ റൊമിനി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക, അതും സെറ്റാക്കും. പിന്നെ അവരുടെ വലിയ ക്യാരവാനുണ്ടല്ലോ ഈശ്വറിൻ്റെ, അതും സെല്ല് ചെയ്തിരിക്കുകയാണ്. അവരുടെ പിന്നെ ബെൻസും കൊടുക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കണ്ടായിട്ട് കാര്യമില്ലെങ്കിൽ അവരെ തന്നെ കോണ്ടാക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അവരുടെ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യണം. അവരുടെ ഫാൻസ് ഉണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അവർക്ക് ഫാൻസ് ഉണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് നിങ്ങളുടെ ഈ ബുൾജെറ്റിൻ്റെ ഫാൻസിനും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്താറ് 7 മിനിറ്റ് എങ്ങാണ്ടായി ഞാൻ വീഡിയോ ഇടങ്ങട്ടെ. ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോ എടുക്കാൻ, അടുത്ത ഷോർട്ട് വീഡിയോ എടുക്കാൻ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.